കേരളത്തെ നടുക്കിയ മറ്റൊരു ക്രൂരമായ വാർത്തയിലേക്കാണ് നാം ഇന്ന് നോക്കുന്നത്. മലപ്പുറം പൊന്നാനിയിൽ 22 വയസ്സുകാരിയായ ഫാത്തിമ എന്ന യുവതി ആശ്രയം നൽകേണ്ട കൈകളാൽ തന്നെ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന വാർത്തയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. സ്വന്തം ഭർത്താവായ മുഹമ്മദ് തന്നെയാണ് 22 വയസ്സുകാരിയായ ഈ യുവതിയുടെ ജീവൻ അപഹരിച്ചത്. സംഭവത്തിൽ ഭർത്താവ് മുഹമ്മദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈ ദാരുണ സംഭവത്തിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. പൊന്നാനി ഹാർബറിന് സമീപമുള്ള മണൽത്തിട്ടയിൽ കമഴ്ന്ന് കിടക്കുന്ന നിലയിലാണ് ഫാത്തിമയുടെ മൃതദേഹം നാട്ടുകാർ കണ്ടെത്തുന്നത്. ഒരു സാധാരണ പ്രഭാതമായി തുടങ്ങേണ്ടിയിരുന്ന പൊന്നാനിക്ക് ആ മൃതദേഹത്തിൻ്റെ വാർത്ത വലിയൊരു നടുക്കമായിരുന്നു നൽകിയത്. വിവരമറിഞ്ഞ ഉടൻ പോലീസ് സ്ഥലത്ത് കഴുത്തിൽ പാടുകളുണ്ടായിരുന്നതിനാൽ ഇതൊരു സാധാരണ മരണമല്ലെന്നും കൊലപാതകമാണെന്നും പോലീസിന് തുടക്കത്തിൽ തന്നെ മനസ്സിലായിരുന്നു. പിന്നീടാണ് മുഹമ്മദ് എന്ന വ്യക്തിയുടെ ഭാര്യ ഫാത്തിമയാണ് ഈ യുവതിയെന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ മുഹമ്മദിനെ അന്വേഷിച്ചപ്പോൾ അയാൾ അപ്പോഴേക്കും ഒളിവിലാണെന്ന കാര്യം പോലീസ് മനസ്സിലാക്കി. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവ് മുഹമ്മദിനെ കണ്ടെത്താൻ പോലീസ് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. പരപ്പനങ്ങാടി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇയാൾ റെയിൽവേ പോലീസിൻ്റെയും നാട്ടുകാരുടെയും പിടിയിലാകുന്നത്. തൻ്റെ കുറ്റം മറച്ചു പിടിക്കാനോ അതോ ശിക്ഷ ഭയന്നോ ഇയാൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ പോലീസിന് മുന്നിൽ ഇയാൾക്ക് കീഴടങ്ങേണ്ടി വന്നു. ചോദ്യം ചെയ്യലിൽ മുഹമ്മദ് തൻ്റെ കുറ്റം സമ്മതിച്ചു. ഭാര്യയായ ഫാത്തിമ എന്ന 22 വയസ്സുകാരിയെ കഴുത്ത് നെരിച്ചാണ് കൊലപ്പെടുത്തിയത് എന്ന് ഇയാൾ മൊഴി നൽകി. കഴുത്തിൽ ചുറ്റിയിരുന്ന ഷാൾ ഉപയോഗിച്ചാണ് കൊലപാതകം നടത്തിയത്. ലഹരിക്ക് അടിമയായിരുന്നു മുഹമ്മദ് എന്നാണ് പുറത്തു വരുന്ന പ്രാഥമിക വിവരങ്ങൾ. ലഹരിയുടെ സ്വാധീനത്തിലാണോ അതോ വ്യക്തമായ പ്ലാനിങ്ങോടെയാണോ ഇത് ചെയ്തതെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. സംശയരോഗവും നിരന്തരമായ കുടുംബ വഴക്കും കാരണമാണത്രേ ഇത്തരമൊരു ക്രൂരകൃത്യത്തിലേക്ക് ഇയാളെ നയിച്ചത്. 1.5 വർഷം മുമ്പായിരുന്നു മുഹമ്മദിൻ്റെയും ഫാത്തിമയുടെയും വിവാഹം നടന്നത്. മനോഹരമായ ഒരു ജീവിതം സ്വപ്നം കണ്ടിറങ്ങിയ ഒരു പെൺകുട്ടിയാണ് വെറും 22-ാം വയസ്സിൽ മണ്ണടിയുന്നത്. ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇരുവരും തമ്മിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങി. ഈ ക്രൂരമായ കൊലപാതകത്തിൻ്റെ ഏറ്റവും വലിയ വേദന ഈ വീടിൻ്റെ ഉള്ളിലെ 4 മാസം മാത്രം പ്രായമുള്ള ആ പൈതലാണ്. ഉമ്മയുടെ ചൂടും സ്നേഹവും ഏറ്റവും കൂടുതൽ ലഭിക്കേണ്ട പ്രായത്തിൽ തന്നെ സ്വന്തം പിതാവ് തന്നെ തൻ്റെ മാതാവിനെ ഇല്ലാതാക്കുമ്പോൾ ആ കുഞ്ഞിനെ നഷ്ടപ്പെടുന്നത് ഒരു വലിയ ലോകമാണ്. ആ കുഞ്ഞിൻ്റെ കരച്ചിലിൻ്റെ അർത്ഥം നാളുകളിൽ അത് എങ്ങനെ ഉൾക്കൊള്ളും എന്നത് ചിന്തിക്കാവുന്നതിലും അപ്പുറമാണ്. ഇനി ഒരിക്കലും തിരിച്ചു വരാത്ത ഉമ്മയെ ആ കുഞ്ഞ് തിരഞ്ഞുകൊണ്ടേയിരിക്കും. വളർന്ന് വലുതാകുമ്പോൾ തൻ്റെ ഉമ്മയ്ക്ക് എന്ത് പറ്റി എന്ന ചോദ്യത്തിന് ആ കുഞ്ഞിനോട് പറയാൻ ഈ സമൂഹത്തിന് ഉത്തരമില്ല. ലഹരിയും ദേഷ്യവും മനുഷ്യൻ്റെ വിവേകം കെടുത്തുമ്പോൾ അനാഥമാകുന്നത് ഇത്തരത്തിൽ നിഷ്കളങ്കരായ ജീവനുകളാണ്. ഒരു നാടിൻ്റെ നൊമ്പരമായി ഫാത്തിമ മാറുമ്പോൾ നീതി നടപ്പാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളം.